ഇവിടെ സ്ക്രീനിൽ രണ്ട് വീടുകൾ നിങ്ങൾക്ക് കാണാം. വീട് എ, വീട് ബി. രണ്ട് വീടുകളുണ്ട്. രണ്ടും ഒരേപോലത്തെ വീടുകളാണ്. ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇനി പ്ലാൻ നോക്കുകയാണെങ്കിലും രണ്ട് വീടിനും ഒരേ പ്ലാൻ തന്നെയാണ്. പക്ഷേ എനെ അപേക്ഷിച്ച് ബിയിൽ കുറച്ചധികം വാൾസ് കൂടുതലുണ്ട്. കുറച്ച് വാൾ അല്ലെങ്കിൽ ചുമര് കൂടുതലാണ് എനെ അപേക്ഷിച്ചിട്ട് പ്ലാൻ ബി വീടിൻ്റെ പ്ലാനിൽ. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ രണ്ട് വീടിനും ഒരേ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആകുമോ എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ റമീസ് അലി. ഇന്ന് നമ്മളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീടൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന് വരുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്ര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വീടൊക്കെ നിർമ്മിക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് പ്ലോട്ടൊക്കെ വാങ്ങിച്ച് വീട് വെക്കാൻ പോവാണ്, അല്ലെങ്കിൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ വർക്കാർക്ക് അസൈൻ ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മളെ പലരും റെഗുലറായിട്ട് വിളിക്കാറുണ്ട്, അതായത് നമ്മുടെ സർവീസസ് ചോദിച്ചുകൊണ്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അവരാദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയായിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള വർക്ക്. അത് കൺസ്ട്രക്ഷൻ, നമ്മൾ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, രണ്ടും നമുക്കുണ്ട്. ആർക്കിടെക്ചറൽ കൺസൾട്ടൻ്റാണ് നമ്മൾ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ നമ്മളെ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന പ്രൊജക്ട്സിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് അവർക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു കോള്, അതായത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പോഴും ആളുകൾ നമ്മളോട് ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ വഴി പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. ഇവിടെ സ്ക്രീനിൽ രണ്ട് വീടുകൾ നിങ്ങൾക്ക് കാണാം. വീട് എ, വീട് ബി. രണ്ട് വീടുകളുണ്ട്. രണ്ടും ഒരേപോലത്തെ വീടുകളാണ്. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരേ എലിവേഷനാണ്, കളറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, പെയിന്റ് കളറിൽ ഡിഫറൻസ്. ഇനി പ്ലാൻ നോക്കുകയാണെങ്കിലും രണ്ട് വീടിനും ഒരേ പ്ലാൻ തന്നെയാണ്. പക്ഷേ എനെ അപേക്ഷിച്ച് ബിയിൽ കുറച്ചധികം വാൾസ് കൂടുതലുണ്ട്. കുറച്ച് വാൾ അല്ലെങ്കിൽ ചുമര് കൂടുതലാണ് എനെ അപേക്ഷിച്ചിട്ട് പ്ലാൻ ബി വീടിൻ്റെ പ്ലാനിൽ. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ രണ്ട് വീടിനും ഒരേ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആകുമോ എന്നുള്ളതാണ്. വീട് എയുടെ പ്ലാനും വീട് ബിയുടെ പ്ലാനും ഒരേ ഏരിയയാണ്, രണ്ടും 2000 സ്ക്വയർ ഫീറ്റ് ആണെന്ന് വിചാരിക്കാം. രണ്ട് വീടും 2000 സ്ക്വയർ ഫീറ്റ് ആണ്. എനെ അപേക്ഷിച്ചിട്ട് വീട് ബിയിൽ കുറച്ച് പാർട്ടീഷൻ വാൾസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ടിനും ഒരേ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഒരു കോൺട്രാക്ട് എടുത്ത് ചിലപ്പം പോയിട്ട് നിങ്ങൾ വേറെ ഇതേപോലെ രണ്ട് വീടിൻ്റെ പ്ലാൻ കൊടുത്താൽ അയാൾ ചിലപ്പം ഒരേ റേറ്റ് ആവും പറയുന്നുണ്ട്, അവ എത്ര രൂപയ്ക്ക് ഞാൻ വർക്ക് ചെയ്ത് തരാമെന്നുള്ളത്. പക്ഷേ റിയൽ ആയിട്ട് ശരിക്കും അത് അങ്ങനെയാണോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനെ അപേക്ഷിച്ചിട്ട് വീട് ബിയിൽ സ്വാഭാവികമായിട്ട് ചിലവ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഈ അഡീഷണൽ ആയിട്ടുള്ള പാർട്ടീഷൻ വാൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് എല്ലാം തന്നെ കൂടുതൽ വരും. അപ്പോൾ അവിടെ ഈ ഒരു ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ്, അതായത് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്ര എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഇതേ വീട്ടിൽ നമ്മൾ കുറച്ചധികം ഇലക്ട്രിക്കൽ പോയിന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഇലക്ട്രിക്കൽ വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വീട് എയിൽ നമ്മൾ ആകെ ലൈറ്റ് പോയിന്റ്സ് ആയിട്ട് സീലിംഗിൽ കുറച്ച് പോയിന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു റൂമിൽ ഒരു ലൈറ്റ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നെന്ന് വിചാരിക്കാം. വീട് ബിയിലാണ് നമ്മൾ കുറച്ചധികം ലൈറ്റ് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. ഒരു റൂമിൽ 4 ലൈറ്റ് പോയിന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും രണ്ട് വീടിനും രണ്ട് കോസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇലക്ട്രിക്കലിലും കോസ്റ്റിന് ഡിഫറൻസ് വരും. അതായത് ലൈറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ട് വയർ കൂടുതൽ വേണ്ടി വരും, ലൈറ്റ് കൂടുതൽ വേണ്ടി വരും, ലേബർ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അവിടെയും ചിലവ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളത് വീണ്ടും ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. ഇലക്ട്രിക്കൽ ഡിഫറെൻ്റ് ആണ്, പ്ലംബിങ് രണ്ട് വീടിനും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പം വീട് എയുടെ ഓണർക്ക് കുറച്ചധികം വില കൂടിയ പ്ലംബിങ് മെറ്റീരിയൽസ് ആയിരിക്കും വേണ്ടി വരിക. വീട് ബിയുടെ ഓണർക്ക് അത്രയും തന്നെ ചിലവ്, അതിലേറെ ചിലവ് കുറഞ്ഞ പ്ലംബിങ് മെറ്റീരിയൽസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഇവിടെയും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓരോ വീടിനും അവർ കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നതെന്നുള്ളതാണ്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഓരോ വീടിനും ഓരോ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങൾ നിർമ്മിക്കുന്ന നിങ്ങളുടെ വീടിന് നിങ്ങളുടേതായിട്ടുള്ള ചില സ്വപ്നങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ വേണ്ടി വരും. ഇപ്പോൾ പ്ലഗ് പോയിന്റ്സ്
ചില ആളുകൾക്ക് റൂമിൽ ഒരു പ്ലഗ് പോയിന്റ് മതിയാവും, ചില ആളുകൾക്ക് ചിലപ്പം ബെഡ് സൈഡിൽ വേണ്ടി വരും, അല്ലാതെ പ്ലഗ് പോയിന്റ്സ് വേണ്ടി വരും, ചിലപ്പം വർക്ക് സ്റ്റേഷൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലഗ് പോയിന്റ്സ് വേണ്ടി വരും. അപ്പോൾ ഇതിലൊക്കെ കോസ്റ്റിൽ ഡിഫറൻസ് വരും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു കസ്റ്റമൈസ് ആയിട്ട് നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ വീടിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എലിവേഷൻസ് ഉണ്ടാവും, സെക്ഷൻസ് ഉണ്ടാവും, 3D വ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് പിന്നെ വേണ്ടി വരിക ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ആണ്. സ്ട്രക്ചറൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് നമ്മൾ ഫൗണ്ടേഷൻ, വീടിന് തറ വേണ്ടി വരും. അപ്പോൾ ഏത് തരം തറ വേണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. ചില വീടിന് പൈൽ ഫൗണ്ടേഷൻ വേണ്ടി വരും. അതായത് കൊച്ചി ഭാഗത്തൊക്കെ ഉള്ള വീടുകൾക്കൊക്കെ പൈൽ ഫൗണ്ടേഷനാണ് കൂടുതലായിട്ട് വരാറുള്ളത്. നേരെ മറിച്ച് ഇപ്പോൾ മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ നല്ല സോയിൽ കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ റബ്ബർ ഫൗണ്ടേഷൻ മതിയാവും. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻസ് അവിടെ വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഏത് തരം ഫൗണ്ടേഷനാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്യണം. ആ സോയിൽ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് വേണം ഫൗണ്ടേഷൻ ഏതാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരാനും അറിവുള്ള ഒരു കൺസൾട്ടന്റിനെ നിങ്ങൾ വർക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടന്റിനെ നിങ്ങൾ വർക്ക് ഏൽപ്പിക്കുമ്പോൾ ഇതെല്ലാം അവർക്ക് കൈകാര്യം ചെയ്ത് അവർക്ക് അതിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഡ്രോയിങ് മാത്രമല്ല, അതിൽ സ്ലാബിൽ എത്ര കമ്പി ഇടണം, കോളംസിൽ എത്ര കമ്പി ഇടണം, ബീംസിൽ എത്ര കമ്പി ഇടണം, ലിൻഡലിൽ എത്ര കമ്പി ഇടേണ്ടി വരും, അതൊക്കെ സ്പാൻ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് അതിൻ്റെ ഡ്രോയിങ്സും അതിലെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് ഇതെല്ലാം ഡ്രോയിങ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡ്രോയിങ്സ് ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പല ആവശ്യങ്ങളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് തികച്ചും കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ചില ഏരിയാസിൽ വീടിൻ്റെ ചില ഭാഗത്ത് പ്ലഗ് പോയിന്റ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ ലൈറ്റ് വേണ്ടി വരും. അപ്പോൾ ഇൻറ്റീരിയേഴ്സ് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ ലൈറ്റ് പോയിന്റ്സും അതിൻ്റെ ഭംഗി കൂട്ടാനുള്ള ആംബിയൻ ലൈറ്റിംഗ്, ഇതിനൊക്കെ വേണ്ടിയുള്ള ലൈറ്റ് പോയിന്റ്സ് കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിലാണ് വരിക. അതേപോലെ തന്നെ പ്ലംബിങ്ങിന് ഡ്രോയിങ്സ് ഉണ്ടാവും. ചിലവ് കുറച്ച് പ്ലംബിങ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ പ്ലംബിങ് ഡ്രോയിങ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, സ്ട്രക്ചറൽ, ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം വേണം നമ്മൾ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട്. എത്രത്തോളം മെറ്റീരിയൽസ് ഇതെല്ലാം ചെയ്യാനായിട്ട് വേണ്ടി വരുന്നുള്ള ഒരു ക്വാണ്ടിറ്റി എടുക്കണം. ആ ക്വാണ്ടിറ്റി പ്രകാരം അതിന് നമ്മൾ പറയുന്ന പേരാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി, മെറ്റീരിയൽ ക്വാണ്ടിറ്റി കിട്ടി, അതിൻ്റെ ലേബർ കോസ്റ്റും കാര്യങ്ങളും മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് എസ്റ്റിമേറ്റ്. അങ്ങനെ എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്നുള്ളത്. നമ്മൾ 2000 സ്ക്വയർ ഫീറ്റ് വീട് 50 ലക്ഷത്തിനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ബിൽ ഓഫ് ക്വാണ്ടിറ്റി പ്രകാരം ലേബർ കോസ്റ്റും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എസ്റ്റിമേറ്റ് എടുത്തത് 50 ലക്ഷം, 2000 സ്ക്വയർ ഫീറ്റ് വീടിന് 50 ലക്ഷമാണെങ്കിൽ 2500 ആയിരിക്കും നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ്. അത് ഈ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് മാറും എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതായത് വീട് നിർമ്മിക്കാൻ പോകുന്ന ഈ ഒരു മേഖലയിൽ ഇല്ലാത്ത ആളുകൾക്ക് ശരിക്കും അറിയാത്തൊരു കാര്യമാണ്, അവർ ചിന്തിക്കാത്തൊരു കാര്യമാണിത്. ഓരോ കൺസൾട്ടൻറ്റും ആർക്കിടെക്ചറൽ കൺസൾട്ടൻറ്റ് നല്ലതാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യാനും എവിടെ എങ്ങനെ കോസ്റ്റ് മിനിമൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാനും ഒക്കെ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചില ഫീയും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് മടി കൂടാതെ അത് അവരുടെ ഫീയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിൻ്റെ ഫീ കൊടുക്കാനായിട്ട് ആളുകൾക്ക് മടിയാണെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫീ ചാർജ് ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കും ഒരുപാട് എക്സ്പെൻസുകളുണ്ട്, സ്റ്റാഫുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫീ ചാർജ് ചെയ്യാറുണ്ട്, കൺസൾട്ടിങ് ഫീ ആയിട്ട്. അപ്പോൾ അത് തരാൻ ചില ആളുകൾക്കൊക്കെ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, സാധാരണ ഒരു പ്ലാൻ വരയ്ക്കും, എന്നിട്ട് ഒരു കോൺട്രാക്ടർ കൊണ്ട് ആ വർക്ക് ചെയ്യിക്കും. അതിനുശേഷം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, വീടിൻ്റെ പ്ലാൻ മാത്രം ഉണ്ടാവും, ബാക്കി ഒരു തരം പ്ലാനിങ്ങും ഇല്ലാതെ അവരെങ്ങനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങോ ഒന്നും തന്നെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങോ ഒന്നും ഉണ്ടാവില്ല, എവിടെ റീൻഫോഴ്സ്മെൻറ്റ് എത്ര കമ്പി ഇടണം എന്നൊന്നും അറിയാതെ പണിക്കാരുടെ ഇഷ്ടത്തിന് കമ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് അവരങ്ങോട്ട് ഒരു പ്ലാനിങ് ഇല്ലാതെ കൺസ്ട്രക്ഷൻ ചെയ്യും. അതിനുശേഷം എന്ത് പറ്റും, ഒരുപാട് ക്യാഷ്
അവർക്ക് അവരെന്നെ അറിയാതെ. കാരണം ഈ ഒരു വീടിന് എത്ര രൂപ ചിലവാകും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ക്യാഷ് അവർക്ക് ചിലവാകുകയും ചെയ്യും. അത്തരത്തിലുള്ള സംഭവങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊജക്റ്റിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വൺസ് ബഡ്ജറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടന്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബഡ്ജറ്റിനകത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നോർമലായിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞുകൊണ്ട് വർക്ക് എടുക്കുന്ന കോൺട്രാക്ടേഴ്സ് അതിലൊരു വേറൊരു സൈഡ് കൂടി ഉണ്ട്. അതുകൂടി ജസ്റ്റ് ഞാൻ പറയാം. അതായത് അവർ ഒരു ഇന്ന റേറ്റ് പറഞ്ഞിട്ട് വർക്ക് എടുക്കും. പിന്നെ അവർക്ക് തോന്നും വർക്ക് ചിലപ്പോൾ അവർക്ക് ലാഭകരമായിരിക്കും, ചിലപ്പോൾ അവർക്ക് ലാഭകരമായിരിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ റേറ്റ് കൂട്ടി പറയും. അല്ലെങ്കിൽ എനിക്കിത് മുതലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ എന്നാലേ അത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റേറ്റ് കൂട്ടേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രൊജക്ട്സിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു 10 പ്രൊജക്റ്റ് ഒക്കെ എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 10 പ്രൊജക്റ്റ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് റേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇത്ര രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇത്രേ ഉള്ളൂ, ഓരോ പ്രൊജക്റ്റിനും ഓരോ വീടിനും സ്ക്വയർ ഫീറ്റ് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താനും പറ്റും. ബേസിക് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിലൊരു അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർ ഒക്കെ പറയാറുണ്ട്, അതായത് ഞങ്ങൾ ചോദിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബേസിക് ആയിട്ട് എന്താ ഉള്ളത് നിങ്ങൾ തന്നെ പറയൂ. ബേസിക് ആയിട്ട് എന്താ ഉള്ളത്? അതായത് ഇപ്പോൾ പിന്നെ നമുക്കൊരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പല റേറ്റിൽ സാധനങ്ങൾ അവൈലബിൾ ആണ്. അതിൽ ഏത് എടുത്തിട്ടാണ് നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞു തരിക എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ആവറേജ് കോസ്റ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു 10 അല്ലെങ്കിൽ 20 പ്രൊജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കോസ്റ്റ് എടുത്തിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. അല്ലാതെ നമുക്ക് ഓരോ ആളുകൾക്കും അവരുടെ ആവശ്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബേസിക് ആയിട്ട് ഇത്ര ഇന്ന രീതിയിലുള്ള സ്ക്വയർ ഫീറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതിലും ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഒക്കെ നമുക്ക് തീരുമാനിച്ച് വെക്കാൻ തന്നെ വിചാരിക്കാം, ഇന്ന ബ്രാൻഡ് ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷേ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ വീടിനും പ്ലാൻ ഡിഫറെൻ്റ് അല്ല. അതിൽ എത്ര വാൾസ് വരും, അതിൻ്റെ തേപ്പ്, അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇതെല്ലാം ഡിഫറെൻ്റ് അല്ലേ. ചിലപ്പോൾ സ്പാൻ കൂടുതലായിരിക്കും, ചില ബീംസിൽ സ്പാൻ കൂടുതലായിരിക്കും, അതിൽ കമ്പി കൂടുതൽ വേണ്ടി വരും. സ്ലാബ് സ്പാൻ കൂടുതലാണെങ്കിൽ അതിൽ തിക്നെസ് ഡിഫറൻസ് വരും, അതേപോലെ അതിൽ കമ്പിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ ഇതെല്ലാം ഇത് മാത്രം മതി ഓരോ വീടിനും സ്ക്വയർ ഫീറ്റ് റേറ്റ് മാറാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.